എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മളെ ജയറാം ഉണ്ടല്ലോ, ജയറാം വീണ്ടും എയറിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഉഷ ഹസീന അവരുടെ സഹോദരൻ ഹസീബ് എന്ന് പറയുന്ന നിർമ്മാതാവ് അങ്ങനെ വീട്ടിലൊരു ദിവസം ഇങ്ങനെ ഇരിക്കലാണ്. ഇരിക്കുമ്പോൾ നമ്മുടെ വിനയേട്ടൻ്റെ ഫോണ്, ഹലോ ഹസീബല്ലേ? അതെ ഹസീബാണ്. എന്താണ്? എൻ്റെ മകൻ കണ്ണൻ്റെ പടം നിർമ്മിക്കാൻ നോക്കിയ ആൾ മുങ്ങിക്കളഞ്ഞു. പടം പാതി വഴിയിലാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കണ്ണൻ്റെ പൈസ ഇങ്ങനെ തന്നിട്ട് ആ പടം ഒന്ന് ഏറ്റെടുക്കണം അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നു. ഇങ്ങേരെന്ത് ചെയ്തു? ജയറാമല്ലേ വിളിക്കുന്നത്. ഇനി എങ്ങാനും വേറൊരു ഡേറ്റ് തന്നാലോ എന്നാലോചിച്ചിട്ട്, അറിയാത്ത ആളായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമിൻ്റെ മകൻ്റെ പടം ഹാപ്പി സർദാർ, ഒരു പടം പോലും മര്യാദയ്ക്ക് അഭിനയിച്ച് വിജയിപ്പിക്കാൻ കഴിവില്ലാത്തൊരു ചെറുക്കനാണിവൻ. ഇവൻ്റെ ഏതെങ്കിലും ഒരു പടം ഉണ്ട് ഓടിയിട്ട്, എന്നിട്ടും പോയിട്ട് ഇങ്ങേര് പോയിട്ട് തലവെച്ച് കൊടുത്തത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ജയറാം എന്ന് പറയുന്ന മാന്യം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇപ്പോഴവരുടെ സഹോദരി വന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, അതിനു മുമ്പ് ഈ മാന്യം എന്ന് പറയുന്നത് അതുവഴി പോയി കഴിഞ്ഞാൽ നല്ലോണം മീൻകറിയും അതുപോലെ പൊറോട്ടയും ചോറും എല്ലാം തട്ടും വീട്ടിൽ പോയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആലപ്പുഴ എത്തുമ്പോൾ ഊണ് കാലാവുമല്ലോ. അങ്ങനെ ഊണ് കാലാവുമ്പോഴേ അസീബേ ഞാൻ വരുന്നുണ്ടേ എന്ന് പറയും. അപ്പോൾ അസീബ് അവിടെ പോയിട്ട് മീനും അതുപോലെ ഇറച്ചി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നീ ജയറാമേട്ടനല്ലേ വന്നിരിക്കുന്നത്, നല്ല ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ രാത്രിയാകും. അസീബേ ഞാൻ വരുന്നുണ്ടേ, രാത്രിക്കത്തെ ഫുഡ് നല്ല നെയ്പത്തിരിയും ഇതൊക്കെ ആക്കി വെക്കും. ഇതൊക്കെ അങ്ങ് തട്ടി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ പടവും കൂടി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഹസീബ് വിചാരിച്ചു, എന്നാൽ ശരി, എന്നാൽ ഏറ്റെടുത്ത് കളയാം. അങ്ങനെയാണ് ഹസീബ് ഇതിൻ്റെ അകത്ത് പെട്ടത്. ഏതായാലും ഈ പടം ഇറങ്ങി 12 നിലയിൽ ഈ പടം പൊട്ടുകയും ചെയ്തു. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഹസീബിന് 1 രൂപ പോലും കിട്ടിയിട്ടുമില്ല, ഒരു ചായ പൈസ പോലും കിട്ടിയിട്ടില്ല. അത് കൃത്യമായിട്ട് ജയറാമിനറിയാം. ജയറാമും പിന്നെ അതുപോലെ തന്നെ മകനും കൂടിയിട്ട് അപ്പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ ഇയാൾ. ആരെങ്കിലും ഏറ്റെടുക്കുന്ന പണിയാണോ ഇത്? അതായത് ഈ ജയറാമിൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങേരെടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന ഇങ്ങേരുടെ കോടികളങ്ങ് പോയി. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രോഗിയായി. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജയറാമേട്ടൻ അങ്ങോട്ട് അധികം വരാറില്ല. കാരണം എന്താ അറിയുക, ഇയാൾ വീണു എന്ന് ജയറാമേട്ടൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ വീണതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി വല്ല കാശും ചോദിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങേരി ആ വഴിക്ക് പോയിട്ടില്ല. ഇനി ഞാനൊരു കാര്യം പറയാം, എല്ലാ നിർമ്മാതാക്കളും കൂടി പറയുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങളോടൊരു സഹായം ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കോടികൾ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴിവിടെ എന്ന് പറഞ്ഞാൽ തെറ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹസീബ് തന്നെയാണ്. ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുതലെടുക്കാൻ നോക്കുമ്പോൾ അത് തിരിച്ചറിയണമായിരുന്നു. അവർക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഊണ് കിട്ടാനും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ രാത്രിക്കത്തെ അത്താഴം കിട്ടാനും രാവിലെയാണ് പോകുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനും ഫ്രീ ആയിട്ട് ഓസിന് ഞണ്ണാൻ പറ്റുന്ന ഒരിടം മാത്രമാണ് ഹസീബെ നിന്റെ വീട്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് വേണ്ടിയിട്ട് നിന്റെ ഭാര്യയും അതുപോലെ തന്നെ സഹായികളും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഊട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം വേർപ്പൊഴുക്കിയിട്ടുണ്ടാകും. ഇവനെ പോലെയുള്ള ആൾക്കാരെ തിരിച്ചറിയുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് നിങ്ങളൊരു ഇന്ദ്രൻ ചേട്ടനെ പോലെയുള്ള ആൾക്കാരോടാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹം നിങ്ങൾക്കൊരു ഡേറ്റിങ്ങും തരുമായിരുന്നു. പക്ഷേ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല. നമ്മുടെ പ്രേം നസീറാണ് പണ്ട് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ നിർമ്മാതാക്കൾക്ക് ഇനി ഒരു ഡേറ്റും കൂടി ഞാൻ തരാമെന്ന് പറയാറ്. പക്ഷേ ഇന്നത്തെ ഒരു നടന്മാർ പോലും അങ്ങനെ ചെയ്യാറില്ല. അതുമാത്രവുമല്ല, സിനിമ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ അധിക പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനിറങ്ങിയിട്ട് കാര്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ 900 സിനിമയാണ് ഇവിടെ ഇറങ്ങുന്നത്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ജയറാമേട്ടനും അതുപോലെ തന്നെ ഉഷ ഹസീന, അതായത് ഈ ഹസീബിൻ്റെ സഹോദരി, അവരും കൂടി പറയുന്ന ഒരു സംഭാഷണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതില് പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ ജയറാം ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. ഹസീബ്, ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല.
എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. അവരെ ഒന്നും വിശ്വസിക്കരുത്, നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നു. എൻ്റെ പൊന്ന് സഹോദരി, സത്യം പറഞ്ഞ് ഇനി മാന്യനെ നിങ്ങൾ വരുത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ പൈസ ഇനി ഇവന് വേണ്ടിയിട്ട് വീണ്ടും ചിലവാക്കണ്ടേ, ഇവൻ ആഹാരം കൊടുക്കണ്ടേ, അതൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അധിക ചിലവാണ്. അതായത് ഈ ഹാപ്പി സർദാർ എന്ന് പറയുന്ന ഒരു സിനിമ പൊട്ടുന്ന ഇയാൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പിന്നീട് ആ വഴി വരാഞ്ഞത്. അത് പോയിട്ട് തലയിലെടുത്തു വെച്ച ഈ ഹസീബ് എന്ന് പറയുന്ന നിർമ്മാതാവാണ് മണ്ടത്തരം കാണിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ആ ഒരു ഷൈൻ ടോം ചാക്കോനാണ് ഈ ഒരു ഇത് കൊടുത്തതെങ്കിൽ അയാൾ ഒരു നന്ദിയെങ്കിലും കാണിച്ചേനെ. അതായത് കുറച്ച് നാൾ മുമ്പ് ഒരു നിർമ്മാതാവ് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആ ഒരു നടൻ അയാളുടെ ഒരു സിനിമ എടുക്കുമ്പോഴേ കുറച്ച് ബഡ്ജറ്റ് കൂടിപ്പോയി. അയാളോട് കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഒരു 5 ലക്ഷം രൂപ ഞാൻ കുറച്ച് തരാം എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അകത്ത് അഭിനയിച്ച പ്രധാനപ്പെട്ട നടൻ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ള കാശ് മുഴുവൻ കൃത്യമായിട്ട് വാങ്ങിച്ചു. അപ്പോഴാണ് ഷൈമിനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ ജയറാം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു സുഖിപ്പിക്കൽ മാത്രം അവിടെ തീർന്നു. കാരണം ഇയാളുടെ വിനയം, അതിവിനയം. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴൻ, അതുപോലെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളക്കാരൻ. പിന്നെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇയാൾ പോയിട്ട് കാലെടുത്ത് വെക്കും. BJP, മാർക്സിസ്റ്റ്, കോൺഗ്രസ് എല്ലാത്തിലും പോകും. ഒരാളെ പോലും ഇങ്ങനെ പിണക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലാണ്. 10 പൈസയുടെ ഒരു മുട്ടായി പോലും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകത്തില്ല. കാരണം എന്താ, അങ്ങനെ മലയാളികൾ എൻ്റെ പൈസേനെ കൊണ്ട് നന്നാകണ്ട എന്നുള്ള ഒരു ചിന്താഗതിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്. അതായത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിതത്തിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടനെ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇങ്ങേരുടെ മകനെ സഹായിക്കാൻ പോയിട്ട് വഴിയാധാരമായ ഒരാൾ, അയാൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഞാൻ തരാം, അല്ല കൂടുതൽ കോടികൾ പോകുന്നേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം അണ്ണൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 നിലയിൽ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ തമിഴിലും അതുപോലെ കന്നഡ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ വരുന്നുണ്ട്. അതാണ് ആശാൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ കർണാടകക്കാരനും, അതുപോലെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴനായിട്ടും, ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കത്തയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബംഗാളി വരെയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം വിനയമാണ് ഈ വിനയചന്ദ്രന് എന്ന് ഞാൻ പറയുള്ളൂ. ആ മനുഷ്യൻ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹസീബിനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇയാളെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇയാളുടെ മോൻ്റെ സിനിമ ഇറങ്ങിയിട്ട് ഹസീബിന് എന്ത് കിട്ടാനാണ്? പിന്നെ വേറെ ഒരു കാര്യമേ, ആ ഒരു പടം വിജയിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ഹസീബ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ജയറാമിൻ്റെ ഒരു ഡേറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം. പക്ഷേ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ജയറാം ഇയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഊറ്റിയെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മണ്ടത്തരങ്ങൾ കേട്ടിട്ട് പൈസ ഇറക്കുമ്പോഴേ, അല്ലാതെ ജയറാമിൻ്റെ അത് പൈസ ഇല്ലായിട്ടൊന്നും അല്ല. ജയറാമിൻ്റെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് എന്നാൽ മോൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്തൂടെ? അതില്ലായിട്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഈ തൻ്റെ മകനെ പോലും അങ്ങേർക്ക് വിശ്വാസമില്ല പടത്തിൻ്റെ കാര്യത്തിൽ. ഒരു പടം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാളിദാസ് ജയറാമിൻ്റെ ഏതെങ്കിലും ഒരു പടം ഉണ്ടോ ഓടിയത്? ആ ഓടാത്ത പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങേര് കൊണ്ടുപോയിട്ട് തലവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങേര് തന്നെയാണ് മണ്ടത്തരം കാണിച്ചത്. അതുകൊണ്ട് ഈ സിനിമാ താരങ്ങളെയൊന്നും ഇങ്ങനെ അങ്ങ് വിശ്വസിക്കാതിരിക്കുക. കയ്യിലുള്ള പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാതിരിക്കുക. ഇപ്പോൾ ഹസീബ് എന്ന് പറയുന്ന ഒരാൾ വീണിരിക്കുകയാണ്. ഇനി അയാളെ തിരിഞ്ഞു നോക്കാൻ ജയറാം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസവുമില്ല. വന്നു കഴിഞ്ഞാൽ കാണാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പലപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, രാജസേനൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. രാജസേനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വേഷങ്ങൾ കൊടുത്തിട്ട് അവസാനം രാജസേനൻ്റെ മകളുടെ കല്യാണം വിളിച്ചപ്പോഴേ ഇങ്ങേര് പോയിട്ടില്ല. അതുമാത്രവുമല്ല, ഇങ്ങേരുടെ മക്കളുടെ കല്യാണം പോലും രാജസേനോട് പറഞ്ഞിട്ടുമില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ രാജസേനൊക്കെ അന്ന് കാണിച്ചത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ജയറാമിനെ പോലെയുള്ള ആൾക്കാരെ താരമാക്കിയത് തന്നെ രാജസേനെ പോലെയുള്ള എഴുത്തുകാർ തന്നെയാണ്. അന്ന് രാജസേന അഹങ്കാരം ഉണ്ടായിരുന്നു. അതായത് ജയറാം രാജസേനൻ കൂട്ടുകെട്ട് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്നുള്ള ഒരഹങ്കാരം അത് കൃത്യമായിട്ട് രാജസേനൻ ഉണ്ടായിരുന്നു. രാജസേനൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഹങ്കാരത്തിൻ്റെ ഇത് തന്നെയാണ്. അന്ന് ഏതെങ്കിലും ഒരു നടന്, വേറെ ഏതെങ്കിലും, മോഹൻലാലിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന കാലത്തെ
ജയറാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മറ്റു പലരെയും വെച്ച് പടമെടുക്കാൻ തുടങ്ങിയത്, സ്വന്തമായിട്ട് നായകനായി. എന്നിട്ടും വിജയിച്ചിട്ടില്ല. അതാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിനയൻ എന്ന് പറയുന്ന വിനയം എന്തിനാ കേട്ടോ, നമ്മുടെ എന്താ വെച്ചാൽ നമ്മളെ ജയറാമിൻ്റെ വിനയം, ആ വിനയത്തെ പറ്റി കേട്ടോ, മറ്റേ വിനയനല്ല കേട്ടാ. അപ്പം ജയറാമിൻ്റെ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് ഇവറ്റുകളെ ഒന്നും വിശ്വസിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.